ഹായ് ഹലോ മക്കളെ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഉണ്ടെങ്കിൽ എന്നോട് സന്ന പകൽ ഒരു ലഞ്ച് മെനു ആണ്. നാടൻ നല്ല കേരള സ്റ്റൈൽ ഒരു പകൽ സാപ്പാടാണ് ഉണ്ടെങ്കിൽ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് തന്നെ മീനാണ് ഉണ്ടെങ്കിൽ കറി വെക്കുന്നത്. അപ്പോൾ ഫുൾ മീൻ വെച്ചിട്ടുള്ള ഒരു சாப்பாடான அப்போ இந்த மீன் பேரொன்றும் எனக்கு தெரியாது. ஆனால் கேரளாவில் இருக்கிற பேர் எனக்கு தெரியும், ஸ்ரீலங்காவில் உள்ள பேர் ஒன்றும் எனக்கு தெரியாது. அப்போ அந்த கையில் பிடிச்ச மீன் பேர் முள்ளன் பேர். அப்போ ഇതിൻ്റെ പേര് അയിലാന്ന്. അയിലാന്ന് தான் இங்கே அயிலன்னு தான் சொல்லுவாங்க. அப்புறம் மற்ற மீன் வந்துட்டு இந்த மாந்தல்னு சொல்லுவாங்க, நங்குன்னு சொல்லுவாங்க, சில டைமில் நங்குன்னு சொல்லுவாங்க. இந்த மீன் അത് നല്ല ടേസ്റ്റാണ് മീൻ, നല്ല നല്ല ടേസ്റ്റാണ്. തോളെല്ലാം ഉടിച്ചിട്ടാണ് കറി വെക്കുന്നത്. കണ്ടില്ലേ നിങ്ങൾ, ഈസി ആയിട്ട് ഇത് അങ്ങനെ തോളെല്ലാം ഉടിച്ചെടുക്കുക. തോല ഉടിച്ചിട്ടാണ് കറി വെക്കേണ്ടത്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഉണ്ടാകുക. നമ്മുടെ നാട്ടിലുള്ള இந்த சுங்கான் மீன் சொல்லுவாங்க. அந்த நேரமுള്ള പേരാണ് എനിക്ക് தெரியாது என்னோட சொல்லி. അപ്പോൾ இந்த மீனெல்லாம் പേര് தெரிஞ்ச நீங்கள் കമൻറ്റ് ചെയ്യണേ വീഡിയോയിൽ. ഓക്കെ എൻ്റെ മീനിൻ്റെ പേര് தெரிஞ்சாൽ ഉറങ്ങ. അപ്പോൾ അടുത്ത് നമ്മളിതാ ചോർക്ക് വേണ്ട തണ്ണി വെച്ച്. അപ്പോൾ ചോറ് ഇഞ്ച വന്നിട്ട് இந்த மாதிரி அரிசி தானே வைக்கிற, பச்சை அரிசியில் இஞ்சி ചോറ് വെക്ക മാട്ടാം. അപ്പോൾ ഇതാ தண்ணி வச்சு അരിയാണ് മലയാളത്തിൽ சொல்கிற അരിസിക്ക്. അപ്പോൾ അരിസി കഴുവിട്ട് ചോറ് വെച്ച്. അപ്പോൾ മീനെല്ലാം വെട്ടിയെടുത്താച്ച് ഇനി കഴുകണം. അപ്പോൾ വാഷ് ചെയ്യണം. അപ്പോൾ അടുത്ത് ഇഞ്ചി ചോറ് വെച്ചിട്ട് எப்படின்னு சொன்னால் இந்த மாதிரி ஊட்டிയാണ് எடுக்கிறேன். அப்போ நம்ம ஊரில்னு சொன்னாலே அது சோறு வச்சுட்டு ஒரு இஞ்சி அந்த மாதிரி சோறு வைக்கிறாங்க. ஆனால் ஆயில் போடுவாங்க. என்னென்னு சொன்னால் கீ எல்லாம் போட்டுட்டு அப்படி வைப்பாங்க. அடுத்து தேங்காய், அப்படி தேங்காய் எடுத்து உடைச்சாச்சு. ഇനി അപ്പം മക്കളെ അടുത്തത് ഇനി തേങ്ങ തിരുവണം. എന്നു சொன்னால் എൻ്റെ വോയിസ് എൻ്റെ പേജിൽ ഒരു ചെറിയൊരു എന്താ തടുമാട്ടമെല്ലാം ഇരിക്കുന്നത്. എന്നു சொன்னால் നിങ്ങൾ എല്ലാവരും ഒരു ഇതാക്കണം. എന്നു சொன்னால் ഞാൻ 10 വർഷമായിട്ട് കേരളാവിലെ ഇത്ര കണ്ണിലെ വരെ മലയാളം மட்டுமே பேசுகிற മക്കളെ, അതുകൊണ്ട് மட்டுം ഓക്കെ. നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഗൈസ്. ഓക്കെ, എന്നാണ് നിങ്ങളെല്ലാവരും ഫുൾ സപ്പോർട്ട് വേണം. അപ്പോൾ അടുത്ത് തേങ്ങ ബ്ലെൻഡറിലിട്ടിട്ടാണ് അരച്ചിട്ടാണ് എടുക്കുക. അമ്മിയിലേ അരപ്പാங்க. ஆனால் അമ്മി ഇപ്പോൾ யாருமே അങ്ങനെ യൂസ് ചെയ്യുறாங்கல்ல, അതുകൊണ്ട് കൊച്ചിക്കാത്തൂൾ ഇരിക്കും തന്നെ. കൊച്ചിക്കാത്തൂൾ ഒരു ടീസ്പൂണ്, മഞ്ഞത്തൂൾ ഒരു ടീസ്പൂണ് போட்டுட்டு അതിൻ്റെ അപ്പുറം ചെറിയ വെങ്കായം ചെറു വെങ്കായം போடுவாங்க. இல்லை இஞ்சி ஒரு துண்டு போடுவாங்க. அது போட்டுட்டு நல்லா அரைச்சி ஒரு ஃபைன் பேஸ்ட்டுன்னு சொன்னால் നമ്മൾ തേങ്ങാപ്പാൽ எப்படி இருக்கும் அதே போல் அரைப்போம். எல்லா கறியும் தேங்காய் இப்படி அரைச்சிட்டு தான் வைக்கிறீங்க. என்னென்னு சொன்னால் இங்கே எல்லாருமே அப்படி தான். என்னென்னு சொன்னால் எனக்கு நான் வந்துட்டு அதே போல் தான் கறி வைக்கிறேன். அப்போ മിക്സിൽ അടിക്കണം. അപ്പോൾ ഇഞ്ച വന്നിട്ട് ടൈമിൽ എന്ത് തേങ്ങ അരച്ച കറിയെല്ലാം തിന്നുന്ന സമയത്ത് ഭയങ്കര വോമിറ്റിങ്ങും ഇതായിട്ടായിരുന്നു ഞാൻ. എന്നിട്ട് ഡോക്ടർ ഒരു മാക്സിമം ഒരു 2 മാസം ഡോക്ടറിൻ്റെ മെഡിസിൻ എല്ലാം എടുത്തിട്ട് തന്നെ എനിക്ക് ശരിയാവിന്. അപ്പോൾ ഇപ്പോൾ ഓക്കെ, ഫുഡെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് தான் തിന്നുന്നത്. അപ്പോൾ ഇണ്ടെങ്കിൽ എന്നു சொன்னால் തേങ്ങ അരച്ച് കറി വെക്കണം. അപ്പോൾ ഇവിടെ എന്താ എപ്പോഴായാലും 2-3 കറി മസ്റ്റായിട്ട് വേണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ മീൻ നങ്കുன்னு சொன்ன മീൻ വന്നിട്ട് തേങ്ങ അരച്ച് വെക്കുന്നത്. അപ്പോൾ അടുത്തത് അയില சொல்கிற മീൻ വന്നിട്ട് തൂൾക്കറിன்னு சொன்னால் இங்கே ஈஸி ஆகிட்டு புளி மற்ற புளி இருக்குதானே, அந்த வாழம்புளியா, அந்த புளி வச்சுட்டு தான் கறி வைக்கணும். നമ്മൾ കുറക്കാன்னு சொல்கிற அந்த புளியானല്ലോ നമ്മൾ എടുക്കുന്നത്. இங்கே அப்படி இல்லை, இந்த புளி எடுத்துட்டு தான் கறி வைக்கும். எல்லாத்துக்குமே இந்த புளி தான். இன்னில்லை நம்ம நாட்டில் இருக்கிற மசாலா, கறி மசாலா பொடி இருக்குதானே, சில்லி பவுட்ரு, அதெல்லாம் இங்கே வந்துட்டு எப்படின்னு சொன்னால் தனி നമ്മൾ സിംഗിളായിട്ട് ഇപ്പോൾ മുളക് പൊടി വാങ്ങുമ്പോൾ കൊച്ചിക്ക വന്നിട്ട് പൊടിച്ചിട്ട് വെറും കൊച്ചിക്ക മസാല ഒന്നും ധനിയ അതൊന്നും ചേർക്കാത്ത പൊടി, അതിനപ്പുറം കാശ്മീർ அந்த കൊച്ചിക്ക കൂട്ടിയിട്ട് തന്നെ അരയ്ക്കുന്നത്. അപ്പോൾ എന്ത് കറി ആയാലും മസ്റ്റാ ഗൈസ് എന്ത് കടുക്. അത് എന്ത് വെച്ചാലും അതിൽ മസ്റ്റായിട്ട് കടുക് ഉണ്ടാകണം. അത് എന്താണെന്നറിയില്ല, ഒരു മലയാളികളുടെ വീക്ക്നെസ്സാണ്. അപ്പം ഞാൻ നാട്ടിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. എന്തായാലും നാട്ടിൽ അത്ര കറിയൊന്നും വെച്ചിട്ടുമില്ല. അപ്പോൾ ഇവിടുന്ന് എല്ലാം വെക്കുകയും ഇവിടുത്തെ കേരള ഫുഡോ എല്ലാമേ എനിക്ക് தெரியும். ஆனால் ஸ்ரீலங்கா ஃபுட்டு கொஞ்சம் தெரியும், அவ்வளவா தெரியாது. ஆனால் தமிழ்நாட்டு ஸ்டைல் ஃபுட்டு தின்றதுக்கு பயங்கர இன்ட்ரெஸ்ட்டும் விருப்பமா எனக்கு. இந்தியாவிலே தமிழ்நாடு சென்னைக்கு போயிட்டு இருந்தேன் நான் ஒரு டைம். എൻ്റെ വിസ ആയിട്ട് ഇരിക്കുന്ന அந்த டைமில் ഫുഡ് എനിക്ക് നല്ല വിരുപ്പപ്പെട്ട ഫുഡാണ് ഗൈസ്. മറ്റേ
തമിഴ്നാട്ടിലെ. എനിക്ക് തമിഴ്നാട്ട് ഫുഡ് എപ്പോൾ ഫേവറേറ്റാണ്. അപ്പം ഞാൻ டெய்லி இப்படி இருக்கிற டைமில் என்னையாவது ஒரு ஆசை வந்தாலே நான் சுருக்கா அந்த ஃபுட்டு ஆக்கிட்டு சாப்பிடுவோம். അപ്പോൾ പിന്നെ കേരള ഫുഡും ഇഷ്ടമില്ലെന്ന് சொல்லல. കേരള ഫുഡ് നല്ല നല്ല ടേസ്റ്റും എല്ലാം ഇരിക്കും. വെറൈറ്റി കുറേ വെറൈറ്റീസ് ഉണ്ട് ഇരിക്കും. അപ്പോൾ അത് പേശിയിരിക്കുന്നു ചോറ് പോലെ ചൊല്ലി അപ്പടി കറിയായി. അതാ തേങ്ങ അരച്ച്. അപ്പോൾ തേങ്ങ അരച്ചതിന് ശേഷം ഇതാ കറി വെച്ച്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കറി. ഇങ്ങനത്തെ കേരളക്കറി ഇതിങ്ങനെയാണ്. അപ്പോൾ അടുത്ത് ഈ ചട്ടിയിലെ പുതിയ ചട്ടി. അപ്പോൾ അതാ കിണറിലത്തെ എത്തിപ്പാക്കുന്ന പോലെ ഇരിക്കും എൻ്റെ കറിച്ചട്ടിയിൽ പാക്കുന്നത്. അത്രയ്ക്ക് കൊഞ്ചം നീളം കൂടുതൽ. അത് ഈ ചട്ടി ഉമ്മ കൊള്ളേ നാളായി വാങ്ങിയിട്ട് വെച്ചിട്ട്. അപ്പം ഞാൻ എടുക്കാൻ വേണ്ടി വെച്ചേ. അപ്പോൾ ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഇപ്പോൾ 2-3 നാളേക്ക് മുതൽ എടുത്തിട്ട് അതിൻ്റെ ഇതെല്ലാം സീലിങ്ങെല്ലാം പോക്കിയിട്ട് മാറ്റിയിട്ട് വെച്ചത്. അപ്പോൾ അടുത്തത് സുണ്ടൽ എന്നു சொன்னால் ഇഞ്ചി വറവിന് தான் சொல்லுவாங்க. അപ്പോൾ സുണ്ടൽ എന്നു சொன்னால் ബീട്രൂട്ടും ക്യാരറ്റും വെച്ചിട്ട് ഒരു സുണ്ടൽ. അപ്പോൾ ഇതാ അപ്പോൾ ആ ചട്ടിയെല്ലാം വെക്കുന്ന ഇടത്തെല്ലാം നല്ല ക്ലീനാക്കി. അപ്പോൾ അടുത്ത് ഇനി മീൻ കറി തൂൾക്കറിയുമായി പാൽക്കറിയില്ല തേങ്ങ അരച്ച കറിയും. അപ്പോൾ അടുത്ത് നല്ല മീനില്ലേ അന്ന് മറ്റേ മുള്ളൻ മീൻ അത് പൊരിക്കണം. അപ്പോൾ പൊരിയലൊക്കെ മസ്റ്റായിട്ട് വേണം ഇഞ്ച. തേങ്ങാന ഊറ്റി. അപ്പോൾ തേങ്ങാന ഊറ്റി ആ മീൻ ചൂടായി നേരം മീൻ പൊരിക്ക വെച്ച്. അപ്പോൾ ഈ കറിയായി ചോറായി. ഇനി ചോറ് இப்போ மீன் பொரிக்க வச்சாலும் அது மீனெல்லாம் பொரிச்சாலும் இனி சுண்டலிஞ்ச வரவுன்னு தான் சொல்கிறேன். அப்போ கொள்ளையா பேர் இருக்கு எனக்கு, நான் வரவுன்னு தான் சொல்கிறேன். അപ്പോൾ ഇതാ മീൻ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന മീനായതുകൊണ്ട് നല്ല ടേസ്റ്റെല്ലാം ആയിരിക്കും. കടൽ മീൻ എപ്പോഴും ഫ്രഷ് താൻ നല്ല എന്തോ ഒരു ഐറ്റം അപ്പടിത്താനേ. മീൻ അടുപ്പത്ത് പോട്ട് അത് പൊരിയുന്ന ടൈമിൽ നമുക്ക് സുണ്ടൽ ചെയ്യാം. അപ്പോൾ സുണ്ടലക്ക് വേണ്ട തേങ്ങ ഊറ്റി അതുക്കപ്പുറം കടുക് പൊട്ടി. ഇത് അപ്പോൾ മീൻ കടുകെല്ലാം പൊട്ടി വരുമ്പോൾ മീൻ പൊരിച്ച് ഗൈസ്. അപ്പോൾ മീൻ റെഡിയായി. അടുത്തത് നമ്മൾക്ക് ബീറ്റ്റൂട്ടും ക്യാരറ്റും വന്നിട്ട് സുണ്ടൽ. അപ്പോൾ അതുക്ക് വേണ്ട പ്രിപ്പറേഷൻ അത് അടുപ്പത്ത് വെച്ച് അത് റെഡിയായി. ഇപ്പോൾ റെഡിയായതിനു ശേഷം ഇനി ചോറ് തിന്നണം. അപ്പം മീൻ പൊരിച്ചതും ചോറ് നല്ല ചൂട് ചോറ് സുണ്ടൽ മീൻ പൊരിച്ച മീൻ തൂൾക്കറിയും തേങ്ങ അരച്ച കറിയും. അപ്പോൾ അതാണ് சாப்பாடு ரெடியாகி. அப்போ நீங்கள் போய் சாப்பிடுங்க. ஓகே டாட்டா பாய் பாய். நல்ல டேஸ்ட்டுள்ள கறியும் ஃபுட் நீங்களும் போய் சாப்பிடுங்க.